Crown him with many crowns, the Lamb upon his throne. Hark how the heavenly anthem drowns all music but its own. Awake my soul and sing of him who died for thee, and hail him as the matchless King through all eternity. Crown him the Lord of years, the potentate of time, creator of the rolling spheres, ineffably sublime. All hail, Redeemer, hail, for thou hast died for me. Thy praise shall never, never fail throughout eternity. Warm greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. ഈ ഞായറാഴ്ച നമുക്ക് പഠിക്കുവാനുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചാണ്, അവൻ്റെ മഹത്വ പ്രത്യക്ഷതയെപ്പറ്റി. കർത്താവ് വരുമ്പോൾ തനിക്കായി കാത്തിരിക്കുന്നവരെ തന്നോടൊപ്പം തൻ്റെ രാജ്യത്തിൽ അവൻ ചേർത്തുകൊള്ളും. ആ ദൈവരാജ്യത്തിലെ നിത്യവാസത്തിന്, ആ നിത്യ ആനന്ദത്തിലേക്കാണ് അവൻ അവരെ കൂട്ടിച്ചേർക്കുന്നത്. നിത്യതയുടെ സന്തോഷം പങ്കിടുവാൻ, ആ നിത്യജീവൻ്റെ ആഘോഷം സാധ്യമാക്കുവാൻ, ഇരുട്ടിൻ്റെ അനുഭവങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് കർത്താവിനായി കാത്തിരിക്കുന്ന നാം സദാ നേരവും ജാഗരൂകരായിരിക്കണം എന്ന് ഇന്നത്തെ വചനപാഠങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിനായി കാത്തിരിക്കുന്നവരെ പറ്റി മലാഖി പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ കുറിവാക്യം. ചാപ്റ്റർ 3 വേഴ്സസ് 16 and 17. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. A book of remembrance was written before him for those who fear the Lord and who meditate on his name. They shall be mine on the day that I make them my jewels, and I will spare them as a man spares his own son who serves him, says the Lord of hosts. യേശുക്രിസ്തുവിനു വേണ്ടി കാത്തിരിക്കുന്നവർ എത്രമാത്രം തങ്ങളുടെ പ്രവർത്തികളെ ശോധന ചെയ്ത് ആ ശുശ്രൂഷകൾ ഫലവത്താക്കി തീർക്കണം എന്ന് യേശുക്രിസ്തു നമ്മെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തൂടെ പഠിപ്പിക്കുന്നു. വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 42 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന വചനപാഠം. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കിവെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആര്? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കിവെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും
കുടിയന്മാരോടുകൂടെ തിന്നുവാനും കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. യേശുതമ്പുരാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രവചനമാണ്. ഇനി ഭാവിയിൽ സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളാണ് ശിഷ്യന്മാരോട് സംസാരിച്ചിരിക്കുന്നത്. തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലാണ് യേശുക്രിസ്തു ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ദൗത്യം ഇതുവരെ നിർവഹിക്കപ്പെട്ടിട്ടില്ല. താൻ എന്തുദ്ദേശത്തോടാണോ ഈ ഭൂമിയിലേക്ക് വന്നത്, ആ ഉദ്ദേശം ഇതുവരെ നിവർത്തിക്കപ്പെട്ടിട്ടില്ല. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്ന യേശുക്രിസ്തു തൻ്റെ രക്ഷാകര കർമ്മങ്ങൾ ഇതുവരെ നിർവഹിച്ചിട്ടില്ല. അതായത് താൻ കഷ്ടമനുഭവിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, കബറടക്കപ്പെട്ടിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല, സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. ഇതൊക്കെയും സംഭവിക്കുന്നതിന് മുമ്പാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത് താൻ വീണ്ടും വരും എന്നുള്ളത്. പ്രിയ സഹോദരങ്ങളെ, നാം ഒന്ന് മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് സുനിശ്ചിതമാണ്. യേശുക്രിസ്തു തന്നെ സ്വന്തം വായ്മൊഴിയാൽ താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോടും അതുവഴി നമ്മോടും പറഞ്ഞിരിക്കുകയാണ് താൻ മടങ്ങി വരും നിശ്ചയം എന്നുള്ളത്. ഇവിടെ വേഴ്സ് 42 ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ ഞാൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. നമ്മോട് കർത്താവ് പറയുകയാണ്, നാം തയ്യാറായിരിക്കണം, ഒരുങ്ങിയിരിക്കണം. എങ്ങനെയാണ് നാം ഒരുങ്ങേണ്ടത്? അത് കർത്താവ് നമ്മോട് പറയുവാൻ വേണ്ടി ഒരു അനാലജി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആദ്യം ഒരു ചോദ്യമാണ് നമ്മോട് ചോദിക്കുന്നത്. യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? ഇവിടെ യജമാനൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി തന്നെയാണ്. തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിനായിട്ടാണ് യേശുക്രിസ്തു നമ്മെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത്. എന്താണ് ഈ ഭക്ഷണം? സാക്ഷാൽ ജീവൻ്റെ അപ്പമായ യേശുക്രിസ്തു തന്നെയാണ് ആ ഭക്ഷണം. അവൻ ജീവൻ്റെ മന്നായാണ്. യേശുക്രിസ്തുവിനെയാണ് ലോകർക്ക് കൊടുക്കേണ്ടത്. ആ ഭക്ഷണം മൂലമാണ് അവർ ജീവിക്കേണ്ടത്, നിത്യജീവൻ പ്രാപിക്കേണ്ടത്. അത് നാം ചെയ്യണം. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ അവൻ നമ്മോട് പറയും, നിങ്ങൾ വിശ്വസ്തരും ബുദ്ധിമാന്മാരുമായ ദാസന്മാരാകുന്നു എന്ന്. അങ്ങനെ ചെയ്താൽ യജമാനൻ വരുമ്പോൾ അവനെ തനിക്കുള്ള സകലത്തിനും യജമാനനാക്കി വയ്ക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ കർത്താവ് അങ്ങനെ ചെയ്യുന്നവർക്ക് പ്രതിഫലം കൊടുക്കും. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടെ തിന്നുവാനും കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്ക് കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. യേശുക്രിസ്തു നമ്മെ ഏൽപ്പിച്ച ആ ദൗത്യം നാം നിർവഹിക്കുന്നില്ല എങ്കിൽ ഇതുപോലെയുള്ള ശിക്ഷാവിധി നമുക്ക് ഉണ്ടാകും. അത് നമ്മെ വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ എന്നല്ല അവിടെ വിളിക്കുന്നത്. നമ്മെ ദുഷ്ടദാസൻ എന്നായിരിക്കും വിളിക്കുന്നത്. കാരണം നാം കർത്താവിൻ്റെ ആ മഹാനിയോഗം നാം അനുസരിച്ചില്ല. കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ ഈ ഭൂമിയിലുള്ളവരുടെ മേൽ
അതായത് യേശുക്രിസ്തുവിനെ അറിയാത്തവരുടെ മേൽ ആക്കി വച്ചിരിക്കുകയാണ്. തൽസമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വച്ചിരിക്കുകയാണ്. നാം അവർക്ക് ഭക്ഷണം കൊടുത്ത് യേശുക്രിസ്തുവിലേക്ക് അവരെ ആനയിക്കണം. അതായത് സാക്ഷാൽ ജീവൻ്റെ അപ്പമായ യേശുക്രിസ്തുവിനെയാണ് നാം അവർക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ നാം അവർക്ക് നിത്യജീവനെയാണ് കൊടുക്കുന്നത്. നിത്യജീവൻ പ്രാപിക്കാതിരുന്നാൽ ഈ മനുഷ്യകുലം ഒന്നാകെ സാത്താൻ്റെ അടിമയിലേക്ക് അല്ലെങ്കിൽ നിത്യനാശത്തിലേക്ക് പോകും. ദൈവത്തിൽ നിന്നും എന്നേക്കുമായി അന്യമായി അവർ മാറിപ്പോകും. അങ്ങനെ ആകാതിരിക്കുവാൻ അവരെ നിങ്ങൾ പരിപാലിക്കണം എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് കാത്തിരിക്കുന്നവർ, അവൻ്റെ മഹത്വ പ്രത്യക്ഷതയെ ആഗ്രഹിക്കുന്നവർ യാതൊരു സംശയവും കൂടാതെ, പെറുപെറുപ്പ് കൂടാതെ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി പൂർത്തീകരിച്ച് തങ്ങളുടെ നടപ്പ് ക്രമീകരിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്നു മലാഖി പ്രവാചകൻ പഴയ നിയമത്തിൽ നിന്നും. മലാഖി 3-ാം അധ്യായം 13-ാം വാക്യം മുതൽ 4-ാം അധ്യായം 2-ാം വാക്യം വരെ. ദൈവത്തിന് നേരെ അതികഠിനമായി സംസാരിക്കുന്നവർക്കും ദൈവശുശ്രൂഷ ഒരു പ്രയോജനവും ചെയ്യുന്നതല്ല എന്ന് പറയുന്ന അഹങ്കാരികൾക്കും ദുഷ്പ്രവർത്തിക്കാർക്കും ദൈവം തൻ്റെ മടങ്ങിവരവിൽ നൽകുവാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും ലഭിക്കുന്ന മഹത്വം എന്താണെന്നും നമുക്ക് കാണുവാൻ കഴിയും. ഇപ്രകാരം 2 തരം ആൾക്കാരെയാണ് നാം ഈ വേദഭാഗത്ത് കാണുന്നത്. ഈ ലോകത്തിലും ഇപ്രകാരം 2 തരം ആൾക്കാരെ കാണുവാൻ കഴിയും. ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവനിഷേധികളും. ഇവിടെ വേഴ്സ് 13-ൽ നാം വായിക്കുന്നു, നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നുവെന്ന് ചോദിക്കുന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പുടുത്ത് നടന്നതിനാലും എന്തു പ്രയോജനമുള്ളൂ? ഇതാണ് അവരുടെ ചോദ്യം. പിന്നീട് അവർ പറയുകയാണ്, ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു. ദൈവനിഷേധികളായ ആൾക്കാർ ഇങ്ങനെയാണ്. അവർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നകന്ന് മനം തഴമ്പിച്ചു പോവുകയാണ്. ദൈവത്തോടടുക്കുവാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. They spoke against God. Their words against God were stout. Those words came from their pride and haughtiness and contempt of God. അവർ അത് അത്യുച്ചത്തിൽ പറയുകയാണ്. ഇപ്രകാരം ദൈവത്തെ നിഷേധിക്കുവാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ഇവിടെ വേഴ്സ് 16-ൽ നാം വായിക്കുന്നു, എന്നാൽ യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ഇവിടെ പറയുകയാണ്, യഹോവയുടെ മുമ്പാകെ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു എന്ന്. സർവശക്തനായ ദൈവത്തിന് ഓർക്കുവാൻ തക്കവണ്ണം പുസ്തകത്തിൻ്റെ ആവശ്യമുണ്ടോ സഹോദരങ്ങളെ? ഒരിക്കലുമില്ല. ഇത് മനുഷ്യന് ചേരുന്നതായ ഭാഷയിലാണ്, മനുഷ്യന് മനസ്സിലാക്കുവാൻ തക്ക ഭാഷയിലാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്ക് വേണ്ടി അവൻ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു എന്ന്. നമുക്കത് ശരിക്കും മനസ്സിലാകണം. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇവിടെ യഹോവ അരുളി ചെയ്യുകയാണ്, ഇതൊക്കെയും സംഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും,
ദൈവത്തെ അറിയുന്നവനും അറിയാത്തവനും തമ്മിലുള്ള വ്യത്യാസം, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം. ദൈവം പറയുകയാണ്, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെപ്പോലെ തുള്ളിച്ചാടും. അവർക്കൊരു പ്രതിഫലമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം ആരാണ് എന്ന് മനസ്സിലാക്കിയവർക്ക്. യേശുക്രിസ്തുവിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണുണ്ടായത്. സാക്ഷാൽ ദൈവത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചിട്ടും ആ ദൈവത്തെ മനസ്സിലാക്കാതെ ദൈവനിഷേധികളായി തീരുന്നവർക്ക് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും എന്ന മുന്നറിയിപ്പാണ് സൈന്യങ്ങളുടെ യഹോവ കൊടുക്കുന്നത്. തൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് യേശുക്രിസ്തു ശിഷ്യന്മാരോട് തൻ്റെ മരണത്തിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളായിരുന്നുവല്ലോ സുവിശേഷ ഭാഗത്തു നിന്ന് നാം ആദ്യം പഠിച്ചത്. ഇനി നമുക്ക് നോക്കാം. ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു തൻ്റെ മടങ്ങിവരവിനെ സംബന്ധിച്ച് ശിഷ്യന്മാർക്ക് തൻ്റെ സ്വർഗാരോഹണം മൂലം കൊടുത്ത ഉറപ്പെന്തായിരുന്നു എന്ന് നമുക്ക് വായിക്കാം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 1 വേഴ്സസ് 6 to 11. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ശിഷ്യന്മാർക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്രം വേണം എന്നുള്ള ആഗ്രഹമാണ്. ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും റോമിൻ്റെ അധികാരത്തിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് ഇപ്പോഴാണോ എന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. പക്ഷേ യേശു സ്വർഗരാജ്യത്തെ പറ്റിയാണ് പഠിപ്പിച്ചത്. ആ സ്വർഗരാജ്യമാണ് ഈ ഭൂമിയിൽ സംസ്ഥാപിതമാകുവാൻ പോകുന്നത്. അപ്പോഴാണ് ആ ജെറുസലേമിൽ അവരുടെ ദൈവം രാജാധിരാജാവായി സകലരെയും ഭരിക്കുവാനായി പോകുന്നത് എന്നുള്ള കാര്യം അവർക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. യേശുക്രിസ്തു അവരോട് പറയുകയാണ്, The Father sets those dates and they are not for you to know. ആ കാര്യങ്ങളെപ്പറ്റി അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, അടിയന്തിരമായി ചെയ്യേണ്ട കാര്യമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. യേശുക്രിസ്തു രാജാധിരാജാവായി ഈ ഭൂമിയിൽ വന്ന് തൻ്റെ രാജ്യം സംസ്ഥാപിതമാക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി നിങ്ങളെ ശക്തീകരിക്കുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകണം. യെരൂശലേമിൽ തുടങ്ങണം. യെരൂശലേമിലും പിന്നെ യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. അതാണ് നിങ്ങൾ അടിയന്തിരമായി ചെയ്യേണ്ടത്. മറ്റു കാര്യമൊക്കെയും നിങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ട കാര്യമില്ല. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരും. അത് സുനിശ്ചിതമാണ്. അത് നിങ്ങൾക്കറിയാം. ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനു മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു.
അവൻ പോകുന്നേരം അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. 2 ദൂതന്മാർ പറയുകയാണ്, യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതുപോലെ തന്നെ അവൻ വീണ്ടും വരും. നിങ്ങൾ അവനെ ഇപ്പോൾ കാണുന്നുവല്ലോ, അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നതായി. അതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് അവരെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. അവൻ മടങ്ങി വരും. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ പറ്റി തെസ്സലോനിക്കയിലുള്ള ജനങ്ങളെ പൗലോസ് അപ്പോസ്തലൻ ഗ്രഹിപ്പിക്കുന്ന വേദഭാഗമാണ് അവസാനമായി നമുക്ക് പഠിക്കുവാനുള്ളത്. 1 Thessalonians chapter 4 verses 13 to 18. യേശുവിൻ്റെ മടങ്ങിവരവിന് മുമ്പ് തങ്ങൾ മരിച്ചുപോയാൽ യേശുവിനെ കാണുവാൻ കഴിയാതെ ശവക്കല്ലറകളിൽ കിടന്നു പോകുമല്ലോ എന്ന് വിഷമിച്ചിരുന്ന ആ ജനങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പൗലോസ്ലീഹ എഴുതിയ വേദഭാഗമാണിത്. യേശുവിനെ വിശ്വസിച്ച് മരിച്ചടക്കപ്പെടുന്നവർക്കുള്ള പ്രത്യാശ ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ മരിച്ചവരെ നിദ്ര കൊള്ളുന്നവർ എന്നാണ് പൗലോസ്ലീഹ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം ക്രിസ്തുവിൽ മരിച്ചവർ നിദ്ര കൊള്ളുകയാണ്. എപ്പോൾ വിളിച്ചാലും ഉണർന്നെഴുന്നേറ്റ് വരുവാൻ തക്കവണ്ണം അവർ ക്രിസ്തുവിലായിരിക്കുകയാണ്. നമുക്ക് വായിക്കാം വേഴ്സ് 13 ഓൺവേർഡ്സ്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് കാരണവും പറയുന്നുണ്ട്. കാരണം യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കാരണം ക്രിസ്തുവിൽ മരിച്ചു പോയവരാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്നവരാണ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത്. ഇവിടെ വേഴ്സ് 16 പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. നിങ്ങൾ പരസ്പരം ഇക്കാര്യം പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നാണ് പൗലോസ്ലീഹ അവരോട് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ അവനോടൊപ്പം ചേർക്കപ്പെടുവാൻ, നിത്യതയുടെ സന്തോഷം പങ്കിട്ട് നിത്യജീവനിൽ നിലനിൽക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. അതിനായി ഇരുട്ടിൻ്റെ അവസ്ഥകളെ പ്രതിരോധിച്ചുകൊണ്ട് സദാ നാം ജാഗരൂകരായിരിക്കുവാൻ ശ്രദ്ധിക്കാം. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.